ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കുറച്ച് കൂടുന്നുണ്ടേ. അണപ്പൊന്ന് മാറിയതും മാറി ചുണ്ടമർത്തി തുടച്ച് മാറില്ലെന്നും നീങ്ങിയ സാരി നേരാവണ്ണം വലിച്ചിട്ട് മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നോടല്ലേ, അല്ലാതെ വേറെ ആരോടല്ലോ. ആരുവിനെ ചേർത്ത് പിടിച്ച് കൈകൾ തെല്ലുപോലും മയക്കാതെ അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തിരുന്നു കൊണ്ട് മഹി പറഞ്ഞതും ആരുവിൻ്റെ അതിരങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു. കൈകൾ അവനെ ചേർത്ത് പിടിച്ചു. അതെ, മതി, ഭക്ഷണം കഴിക്കണ്ടേ? കുറച്ചു കഴിഞ്ഞതും ആര് തന്നെ നെഞ്ചിൽ മുഖം വെച്ച് കണ്ണുകളടച്ച് കിടക്കുന്ന മഹിയെ തട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇന്ന് മഹിയേട്ടൻ സ്കൂളിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ മഹിയേട്ടനോടുള്ള ഫുഡ് പോലും തന്നിട്ടുണ്ട്. മഹിയെ തന്നിൽ നിന്നും മടത്തി മാറ്റിക്കൊണ്ട് ആര് പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് മഹിയുടെ ചുണ്ടിൽ പൂച്ച വിരിഞ്ഞു. അത് കണ്ടെങ്കിലും ആര് കാണാത്തതുപോലെ കൈവാശിയാൻ പോയി. ആര് കൈവാശിയതും വന്ന് മഹിക്കടുത്തായി ചേറ് വലിച്ചിട്ട് അതിലിരിക്കാൻ ഒരുങ്ങിയതും അതിനു മുമ്പായി മഹി അവളെ പിടിച്ചു വലിച്ച് തന്റെ മടിയിലിരുത്തിയിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നോളാം മഹിയേട്ടാ. മഹി സമ്മതിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ട് കൂടി ആര് വെറുതെ പറഞ്ഞു, വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി. ആരുവിൻ്റെ ഇടുപ്പിൽ കുത്തിയെ പിന്നഴിച്ച് മാറ്റി സാരിക്കടിയിലൂടെ അവളുടെ നഗ്നമായ വായിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മഹി പറഞ്ഞതും ആരവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി ഭക്ഷണപ്പൊതി കഴിച്ചു. എന്താ പുത്രസ്നേഹം, കണ്ടില്ലേ, ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാ. ഇതുപോലൊരു അമ്മയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് മഹിയേട്ടാ. വാട്ടിയ വാഴയിലെ പൊതിഞ്ഞ ഭക്ഷണത്തിന്റെ ഗന്ധം ആസ്വദിച്ച് അതിലുള്ള വിഭവങ്ങളെല്ലാം നോക്കി ആരും മഹിയോട് പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ നിന്നോട് അവരെൻ്റെ അമ്മയല്ലെന്ന്. ആര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹി ദേഷ്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ് ചെകുത്താനെ. നോക്കിക്കോ, നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ അമ്മയും അച്ഛൻ്റെയും സ്നേഹം കാണാതെ നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്നതൊക്കെ ഓർത്ത് ഒരു നാൾ നിങ്ങൾ ദുഃഖിക്കും മഹിയേട്ടാ. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. അവരോടുള്ള എൻ്റെ വെറുപ്പ് ഞാൻ മരിച്ചാലും തീരില്ല. ആര് പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ വിസമ്മതിച്ച് ആരവൻ്റെ വയലിൽ ചുറ്റിപ്പിടിച്ച് ഞെക്കിയും തലോടിയും മഹി പറഞ്ഞതും ആരവൻ പറഞ്ഞത് കേട്ടൊന്ന് നിശ്വസിച്ച് ചോറും കറികളും കൂട്ടി കുഴച്ച് ഉരുളിയാക്കി മഹിക്ക് നേരെ നീട്ടി. കഴിക്കും മഹിയേട്ടാ. മഹി വാതുറക്കാത്തത് കണ്ട് ആര് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. വേണോ വേണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, മഹിനോട് കഴിക്കാനാ പറഞ്ഞത്. വാ തുറക്ക്. ആരും മഹി പറഞ്ഞത് കേട്ട് അവനെ കണ്ണിട്ട് നോക്കി ശബ്ദം കടുപ്പിച്ചു കൊണ്ട് പറഞ്ഞതും മഹി വാ തുറന്നതും ആര് കയ്യിലുള്ള ഉരുള അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹിയെ കഴിപ്പിച്ച് കൂടെ തന്നെ ആരുവും കഴിച്ച് അതിൻ്റെ ഇടയിൽ ആരുവിൻ്റെ വയലിൽ മുറുകിയ മഹിയുടെ കൈകളുടെ കുറുമ്പും കുസൃതിയും കൂടുമ്പോൾ ആര് ശാസ്ത്രിയോടെ മഹിയെ നോക്കുമ്പോൾ അവൻ അടങ്ങിയിരുന്ന് അവൾ കൊടുക്കുന്നത് കഴിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ആരവിടുന്ന് പോകാൻ ഒരുങ്ങിയെങ്കിലും മഹി അവൾ വിടാതെ അവൻ അരികിൽ പിടിച്ചു നിർത്തി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ബെല്ലടിച്ചിട്ടും മഹിക്ക് ആരവിനെ വിടാൻ ഒരുക്കുന്നില്ലായിരുന്നു. എങ്കിലും ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ആരും മഹിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയിരുന്നു. അതെ മഹിയേട്ടാ, ഒന്ന് നിർത്തുവോ? വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ ലേഡീസ് സ്റ്റോറിന് മുന്നിലെത്തിയതും ആരും മഹിയെ തട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെന്താ? മഹി വണ്ടി നിർത്തി ആരുവിനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. മഹിയുടെ ഇവിടെ വെയിറ്റ് ചെയ്യേ. മഹിയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അതും പറഞ്ഞ് ആരും അടുത്തുള്ള ലേഡീസ് സ്റ്റോറിലേക്ക് കയറിപ്പോയി. ആര് വേണ്ട സാധനങ്ങൾ വാങ്ങി ബില്ല് പേ ചെയ്തിറങ്ങുമ്പോഴാണ് അടുത്തുള്ള ATM കൗണ്ടറിൽ നിന്നും ഷാരോൺ ഇറങ്ങി വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനെ കണ്ടതും മഹിയാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് മഹിയെ കൊല്ലാൻ തനിക്ക് പോയിസൺ കൊണ്ടുതന്നത് ഓർമ്മ വന്നതും ആരുവിൻ്റെ മുഖം വരുന്നു. എന്തിന് അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്നറിയാൻ കുറച്ച കാൽവെപ്പോടെ ആര് ഷാരോണിന് അരികിലേക്ക് നടന്നു. ആരുമോളെ? തൻ്റെ നേരെ നടന്നു വരുന്ന ആരുവിനെ കണ്ട് മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് ആരുവിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് ഷാരോൺ വിളിച്ചു. വിളിക്കരുത് നിങ്ങൾ എന്നെ അങ്ങനെ. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എൻ്റെ മഹേട്ടനെ എന്നിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്തിനാ? സത്യം പറ. താൻ ചെയ്തതല്ലെങ്കിൽ കൂടിയും അന്ന് മയക്ക് കൊടുക്കാൻ കൊടുത്ത ജ്യൂസിൽ ആ പോയിസൺ കലർന്നതെല്ലാം ആലോചിച്ച് ആര് വല്ലായ്മയുടെ ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് ഷാരോണിനോട് പറഞ്ഞു. ആരുമോളെ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. അല്ലാതെ മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കൂ. എല്ലാത്തിനും കാരണം അവനാ. അവസാനം ഷാരോൺ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ആര് സംശയത്തിൽ അവനെ നോക്കി. അതേ മോളെ, മഹിക്കെതിരെയുള്ള തെളിവുണ്ടാക്കി എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. ആരുവിൻ്റെ കൈകൾ പിടിച്ച് സങ്കടത്തിൽ അതിലൊരു കുറ്റബോധത്തോടെ ഷാരോൺ പറഞ്ഞു. ആരായിട്ട് അങ്ങനെ ചെയ്തത്? ഷാരോണിന്റെ മുഖത്ത് വിഷമം കണ്ട് സങ്കടത്തിൽ ആര് ചോദിച്ചു. ആയുഷ്, ഇപ്പൊ ഇവിടുത്തെ സ്ഥലം മെസ്സേജില്ലേ അവൻ.
അയാളോ? അയാളെന്തിനാ എങ്ങനെ ചെയ്തത്? ഷാരോൺ പറഞ്ഞത് കേട്ട് ഞെട്ടി ആര് ചോദിച്ചു. അറിയില്ല മോളെ, അയാൾക്ക് മഹിയോടും കുടുംബത്തോടും എന്തോ ബത്തിവരാഗ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഷാരോൺ പറഞ്ഞത് കേട്ടതും മുൻപ് ആയുഷ് മഹിക്കെതിരെ ഒരു കേസും പൊക്കിപ്പിടിച്ച് കോവിലകത്തേക്ക് വന്നതും ഇരുവരുടെയും പെരുമാറ്റമൊക്കെ ഓർത്തതും ഷാരോൺ പറയുന്നതെല്ലാം സത്യമാണെന്ന് ആര് വിശ്വസിച്ചു. നിനക്കെന്നോട് ദേഷ്യാവൂലേ? മനഃപൂർവ്വം ഒന്നും അറിയാതെയാണെങ്കിലും നിന്റെ ഭർത്താവിനെ നിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാക്കിയില്ലേ? ഈ സത്യമൊക്കെ അറിയുന്നത് വരെ ഏട്ടനോടുള്ളിൽ ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പല്ല. എത്രയായാലും എൻ്റെ ഏട്ടനല്ലേ. ഏട്ടൻ ഒരിക്കലും എനിക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിറഞ്ഞ ചിരിയോട് ആര് പറഞ്ഞത് കേട്ട് ഷാരോണൊന്ന് ചിരിച്ചു. നിനക്കവിടെ സുഖമാണോ ആരു? പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കവിടെ സുഖം തന്നെയാണ്, ഒരു പ്രശ്നമല്ല. ഏട്ടന് സുഖല്ലേ? ദേവുവിന് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വീട്ടിലെ കാര്യം കഷ്ടമാണ് മോളെ. എന്തു പറ്റിയേട്ടാ? ദേവന്റെ വീട്ടിലാകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ശ്രേയ ഇപ്പം നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ദേവൻ ഇപ്പോഴും ശ്രേയയെ അംഗീകരിക്കാൻ പറ്റാത്ത ദേഷ്യം അവർ ദേവുവിനോടാണ് തീർക്കുന്നത്. അവളൊരു ഗർഭിണിയാണെന്ന് പോലുള്ള പരിഗണനയും അമ്മയും ശ്രേയയും നൽകുന്നില്ല. ഞാൻ അവളുടെ ഭാഗം നിന്നാ എന്തെങ്കിലും പറഞ്ഞ് അവളുടെ പക്ഷമാണെന്നും പറഞ്ഞ് അവരവളെ ദ്രോഹിക്കും. ശ്രേയയുടെയും അവളുടെ അമ്മയുടെയും സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആരുവിന് ദേവുവിനെ കുറിച്ച് സഹതാപം തോന്നി. എല്ലാം ശരിയാകൂട്ടാ. നിങ്ങളുടെ കുഞ്ഞിനെ കാണുന്നതോടെ ചിലപ്പോൾ വല്യമ്മയുടെ സ്വഭാവമൊക്കെ മാറിക്കോളും. ഷാരോണിനെ ആശ്വസിപ്പിക്കാനെന്നവണ്ണം ആര് പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമല്ല മോളെ. പ്രതീക്ഷ അസ്തമിച്ചവനെ പോലെ ഷാരോൺ പറഞ്ഞതും ഒന്നും മിണ്ടാതെ ആര് തന്നു. എന്നാൽ ഞാൻ പോവേട്ടാ, ഇപ്പൊ തന്നെ വൈകി. ഷാരോണിനോട് യാത്ര പറഞ്ഞ് ആര് വേഗം ബൈക്കിലിരിക്കുന്ന മഹിക്കരികിലേക്ക് നടന്നു. വിചാരിച്ച പോലെ തന്നെ മഹിയുടെ മുഖം ഇഷ്ടക്കേടോടെ വീർത്തിരുന്നു. പോവാം മഹിയേട്ടാ. മഹിയുടെ മുഖം കണ്ട് വന്ന ചിരി അടക്കത്തെത്തി ബൈക്കിൽ കയറിയിരുന്ന് സാരി ഒതുക്കി പിടിച്ച് മഹിയുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ആര് പറഞ്ഞു. അതെ, എനിക്ക് ആരേക്കാൾ ഇഷ്ടം എൻ്റെ ഈ ചെകുത്താനെയാ. കുറച്ചു നേരം എൻ്റെ ഏട്ടനോട് സംസാരിച്ചെന്ന് വെച്ച് ആ ഇഷ്ടം കുറയത്തൊന്നുമില്ല. മഹിയുടെ ഷോൾഡറിൽ പിടിച്ച് കൈയെടുത്ത് ആരും മഹിയുടെ വായലോട് ചുറ്റിപ്പിടിച്ചവരെ ദേഹത്തേക്ക് അമർന്ന് ഏന്തി കുത്തി മഹിയുടെ കവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ആര് പറഞ്ഞു. ആരുവിൻ്റെ ആ ചേർത്ത് പിടിക്കലിലും ചുംബനത്തിലും മഹിയുടെ പെണുക്കവും കുശുമ്പവും പാറിപ്പോയിരുന്നു. മോളിന്ന് വൈകിയോ? കോവിലകത്തിന്റെ പടി കയറി വന്ന ആരുവിനെ നോക്കിക്കൊണ്ട് പുറത്തു പോകാൻ റെഡിയായി വന്ന സൂര്യ ചിരിയോട് ചോദിച്ചു. 1-2 സാധനം വാങ്ങാൻ ഷോപ്പിലൊന്ന് കയറി. അല്ല, അച്ഛനിത് എങ്ങോട്ടാ? പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടൊരാളെ കാണാനുണ്ട്. ഷാർട്ടിന്റെ കൈ ദൂരത്ത് വെച്ച് ചെറു ചിരിയോടെ സൂര്യ പറഞ്ഞു. അച്ഛന് വയ്യാത്തതല്ലേ, ശരിക്കും മാറിയിട്ട് പോയാ പോരെ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ടാകും, നെഞ്ചുവേദന വന്നതല്ലേ? സൂര്യ പറഞ്ഞത് കേട്ട് ആര് കയറുകൂടെ പറഞ്ഞു. അത് ഗ്യാസിന്റെ ആകും മോളെ. ഏതായാലും മാറിയില്ലോ. ഞാൻ പോയിട്ട് വേഗം പറയാം. പിന്നെ കമ്പനിയിലെ മാനേജർ ഫയൽ കൊണ്ടുവരും. മോളത് വാങ്ങി വെക്കണേ, ഇമ്പോർട്ടൻ്റ് ഫയലാണ്. ശരി അച്ഛാ. സൂര്യ പറഞ്ഞത് കേട്ട് തലകുലിക്കൊണ്ട് പറഞ്ഞതും ചിരിയോട് ആരുവിനും നോക്കി. പിന്നെ അവളുടെ പിറകിലായി വന്നു നിൽക്കുന്ന മഹിയെ നോക്കിയതും സൂര്യയെ തന്നെ നോക്കി നിന്നിരുന്ന മഹി സൂര്യയുടെ നോട്ടം കണ്ടതും വേഗം മുഖം തിരിച്ചതും ഒന്നെടുവേർപ്പിട്ട് സൂര്യ അവിടുന്ന് പോയി. അയാൾക്ക് എന്താ? കാറിൽ കയറി പോകുന്ന സൂര്യയെ നോക്കി ഉള്ളിലേക്ക് പോകാൻ നിന്ന് ആരുവിന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ട് മഹി ചോദിച്ചു. എന്ത്? ഒന്നുമില്ലല്ലോ. ആരും ഒന്നും അറിയാത്തതുപോലെ പറഞ്ഞു. പിന്നെന്താ? വയ്യ, നെഞ്ചുവേദനയാണെന്നൊക്കെ പറഞ്ഞതോ? മഹി ഉത്കണ്ഠയോടെ ചോദിക്കുന്നത് കേട്ടതും ആരുവിന്റെ മുഖം വിടർന്നു. എത്രയൊക്കെ ദേഷ്യം കാണിക്കുമെങ്കിലും അവന്റെ ഉള്ളിൽ അച്ഛനോടുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നത് അവളിൽ സന്തോഷം നിറച്ചു. അറിഞ്ഞിട്ട് എന്തിനാ? ഗൗരവം വരുത്തിക്കൊണ്ട് ആര് ചോദിച്ചു. വെറുതെ ചോദിച്ചതാ. മഹി തപ്പിപ്പെറുക്കിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം അച്ഛനല്ലേ, ചോദിച്ചു നോക്കായിരുന്നില്ല നിങ്ങൾക്ക്? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അയാൾക്ക് എന്തോന്നാലും എനിക്കെന്താ? ആര് പറയാത്ത ദേഷ്യത്തിൽ അത്രമാത്രം പറഞ്ഞ് മഹി ഉള്ളിലേക്ക് പോയി. ആര് ഫ്രഷായി ഡ്രസ്സ് മാറ്റി വരുമ്പോഴാണ് ഉമ്മറത്തൊരു കാറ് വന്ന് നിന്നത്. സൂര്യ പറഞ്ഞ ഫയൽ കൊണ്ടുവന്നതാകുമെന്ന് കരുതി ആര് വേഗം പൂമുഖത്തേക്ക് നടന്നു. മാനേജർ ഫയൽ ആരുവിന്റെ കയ്യിൽ കൊടുത്ത് പോയതും ആര് വേഗം ഉള്ളിലേക്ക് പോയി. ഫയലും പിടിച്ചു വരുന്ന ആരുവിനെ കണ്ട് സെറ്റിയിലിരിക്കുന്ന അനകമൊന്ന് പൂജിച്ചതും ആരും തിരിച്ചൊരു ലോഡ് പുച്ഛം മോൾക്ക് നൽകി. ഇതെന്താ മോളെ? അങ്ങോട്ട് വന്ന് എന്തോ ആരുവിന്റെ കയ്യിലെ ഫയൽ കണ്ട് സംശയത്തിൽ ചോദിച്ചു. ഇത് കമ്പനിയിലൊരു ഫയലാണമ്മേ, അച്ഛന് കൊടുക്കാൻ ഏൽപ്പിച്ചതാ. ഇമ്പോർട്ടൻ്റ് ഫയലാണെന്നാ അമ്മ പറഞ്ഞത്.
ഞാനൊന്ന് എടുത്തു വെക്കട്ടെ? സൂക്ഷിച്ചെടുത്തു വെക്കും മോളെ. എന്തു പറഞ്ഞത് കേട്ടതും ആര് വേഗം ഫയലും കൊണ്ട് റൂമിലേക്ക് പോയി. അവരുടെ സംസാരം കേട്ടിരുന്ന അനഘയുടെ ചുണ്ടിൽ കുതന്ത്രശ്ശേരി പിരിഞ്ഞു. വേഗം അവൾ ആരുവിന് പിറകിയായി മുകളിലേക്ക് പോയി. ആരുവിലുള്ള സൂര്യയുടെ സ്നേഹവും വിശ്വാസവും തകർത്ത് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിലും അവൾ അപമാനിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന് മനസ്സിലായതും അനഘ മനസ്സിൽ പല പ്ലാനും തയ്യാറാക്കി അവളുടെ റൂമിന്റെ വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് എത്തി നോക്കി.